നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പുരോഗമിക്കുന്നു. ഉച്ചയ്ക്ക് 12 മണിവരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 37.41% പേർ വോട്ട് രേഖപ്പെടുത്തി. ജില്ലയിൽ 41.30% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മണ്ഡലം തിരിച്ചുള്ള പോളിംഗ് നില ഇങ്ങനെയാണ്. ചേലക്കര 33.81%, കുന്നംകുളം 32.01%, ഗുരുവായൂർ 30.96%, മണലൂർ 33.07%, വടക്കാഞ്ചേരി 35.83%, ഒല്ലൂർ 35.59%, തൃശൂർ 36.05%, നാട്ടിക 34.28%, കയ്പമംഗലം 32.15%, ഇരിങ്ങാലക്കുട 34.74%, പുതുക്കാട് 36.25%, ചാലക്കുടി 35.84%, കൊടുങ്ങല്ലൂർ 33.48% എന്നിങ്ങനെയാണ് ജില്ലയിൽ മണ്ഡലം തിരിച്ചുള്ള പോളിംഗ് നില. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച പോളിംഗ് നടന്നിട്ടുള്ളത് പുതുക്കാട് നിയോജക മണ്ഡലത്തിലാണ്. 36.25% പേരാണ് ഉച്ചയ്ക്ക് 12 മണിവരെ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത്. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. പുതുക്കാട് നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ പുലക്കാട്ടുകര ഹോളി ഫാമിലി സ്കൂളിൽ കുടുംബസമേതമെത്തി വോട്ട് രേഖപ്പെടുത്തി. കഴിഞ്ഞ 5 വർഷത്തെ പുതുക്കാടിന്റെ വികസനം ഈ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് KK രാമചന്ദ്രൻ വിലയിരുത്തി. സംസ്ഥാനത്ത് 3ാം ഊഴത്തിൽ LDF സർക്കാർ തുടരുമെന്നും വോട്ടർമാർ അതിന് തയ്യാറായി കഴിഞ്ഞതായും KK രാമചന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ആവേശപൂർവ്വം പുരോഗമിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വലിയ നീണ്ട നിരയാണ്, വോട്ടർമാരുടെ നീണ്ട നിരയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. NCTV ഇപ്പോൾ ഉള്ളത് പുലക്കാട്ടുകര ഹോളി ഫാമിലി സ്കൂളിലാണ്. ഇവിടെയാണ് KK രാമചന്ദ്രൻ LDF സ്ഥാനാർത്ഥിയാണ്. KK രാമചന്ദ്രൻ MLA വോട്ട് ചെയ്യാൻ എത്തി. ഇപ്പോൾ കുടുംബാംഗങ്ങളോടൊപ്പം വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം ഇറങ്ങിയിരിക്കുകയാണ്. രാമചന്ദ്രേട്ടാ, രാവിലെ തന്നെ വലിയ തിരക്കാണ് ഈ ബൂത്തുകളിലൊക്കെ കാണാൻ കഴിയുന്നത്. ഏറെ നേരം വരി നിന്നാണ് വോട്ട് ചെയ്തത്. ഇത് എന്തിൻ്റെ സൂചനയാണ്? ഇവിടെ 3 ബൂത്തുണ്ട് ഈ സ്കൂളിൽ, ഹോളി ഫാമിലി LP സ്കൂളിൽ. 30, 31, 32. 31, 32ലും വലിയ തിരക്കില്ല. അപ്പോൾ ഞാൻ വോട്ട് ചെയ്യണ ഈ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് ഇലക്ഷൻ അതുപോലെ തന്നെ, പഞ്ചായത്ത് ഇലക്ഷൻ്റെ കൂടെ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ, 3 മണിക്കൂർ നിന്നിട്ടാണ് ഞാൻ വോട്ട് ചെയ്തിട്ട് പോയി. ഈ ബൂത്തിൽ ഒരു തിരക്കുണ്ട്. ഇത് 2 ബൂത്തിലും തിരക്കില്ല, നിങ്ങൾ കണ്ടുമല്ലോ. അത് തിരക്കുള്ളത് എല്ലാവരും വോട്ട് ചെയ്യാൻ തയ്യാറായി. നേരത്തെ തന്നെ എൻ്റെ പ്രദേശത്തെ വോട്ടർമാരാണല്ലോ, എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും നേരത്തെ വന്നതായിട്ട് ഞാൻ കരുതുകയാണ്. ഇത് എന്തിൻ്റെ സൂചനയായിരിക്കും? ഈ വോട്ടർമാരുടെ ആവേശം മൊത്തം എല്ലാ ബൂത്തുകളിലും സംസ്ഥാനം ഉടനീളം കാണുന്നുണ്ട്. രാവിലെ തന്നെ അത് ഈ ചൂടുള്ളത് കണ്ടാണോ, അതോ എന്തെങ്കിലും ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണോ? എന്താണ് ഈ ഒരു സൂചന? അല്ല, പൊതുവിൽ പല രീതിയിലാണ് മനുഷ്യർ ചിന്തിക്കുന്നത്. നേരത്തെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞല്ലോ, പിന്നെ എവിടെയെങ്കിലും പോകേണ്ടി വന്നാൽ അങ്ങോട്ട് പോകാമല്ലോ, അങ്ങനെ വരുന്നവരുണ്ട്. ജോലിക്ക് പോകുന്നവരുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞോണം, ചൂട് ആവുമ്പോൾ വോട്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ പിന്നെ വെയിലാറിട്ട് വരാൻ വേണ്ടി തീരുമാനിക്കും. അപ്പോൾ എങ്ങോട്ടൊക്കെ ഉണ്ടാവാം. അതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. എല്ലാവരും ഇപ്പോൾ കാലങ്ങളായിട്ട് ഇപ്പോൾ പൊതുവിൽ വോട്ടവകാശമൊക്കെ രേഖപ്പെടുത്തുന്ന ആളാണ്. അത് ശരിയായ രീതിയിൽ രേഖപ്പെടുത്താൻ വേണ്ടി അവരൊക്കെ വോട്ടർമാർ പൊതുവിൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ആ നിലയിൽ തന്നെയാണ് ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ഒരു 3ാം LDF സർക്കാർ വരുന്നു. പുതുക്കാട് KK രാമചന്ദ്രൻ 2ാം ഊഴത്തിൽ തുടരും എന്ന് തന്നെ ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ടോ? തീർച്ചയായും നേരത്തെ മുതലുള്ളതാണ്.
അത് കൂടിയിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ 5 വർഷത്തെ MLA നിലയുള്ള പ്രവർത്തനങ്ങൾ പൊതുവിൽ ജനങ്ങൾ പൊതു സ്വീകാര്യത ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ പൊതു സ്വീകാര്യത ജനങ്ങൾ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും ഈ നിയോജക മണ്ഡലത്തിൽ നമ്മൾ ജയിക്കുമല്ലോ. അതാണ് കേരളത്തിലൊരു 3ാം LDF സർക്കാർ ഉണ്ടാകും. തീർച്ചയായും 3ാം LDF സർക്കാർ ഉണ്ടാകും കേരളത്തിൽ. ഇനിയിപ്പോൾ നമുക്കറിയാം, ഏതാണ്ട് 1 മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളായിരുന്നു. അതിരാവിലെ മുതൽ എണീറ്റ് രാത്രിയോളം നീളുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളായിരുന്നു. ഇനിയിപ്പോൾ മെയ് 4-നാണ് വോട്ടെണ്ണൽ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ നമുക്ക് ഇടവേളയുണ്ട്. ഇപ്പോൾ ഇനി വിശ്രമമാണോ അതോ MLA എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ടോ? ഞങ്ങൾക്ക് പൊതുപ്രവർത്തകർക്ക് വിശ്രമമില്ല. മനുഷ്യരുടെ എലക്ഷൻ ഇപ്പോൾ വരണതല്ലേ. ഇലക്ഷൻ ഇനി അടുത്തത് വരുന്നത് വരെ നിലവിൽ MLA ആയിട്ടാണല്ലോ ജനങ്ങൾ, MLA ആണല്ലോ. അപ്പോൾ MLA എന്ന നിലയിലുള്ള ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തെ ബാധിക്കാതെ അതിൻ്റെ ആ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് വരെയുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളൂ. മറ്റു കാര്യങ്ങളിലൊക്കെ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ച് ഇനി നിൽക്കും. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള KK രാമചന്ദ്രൻ MLA. 3ാം ഊഴത്തിൽ LDF സർക്കാർ ഉണ്ടാകും. പുതുക്കാട് KK രാമചന്ദ്രൻ തുടരും എന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഇതേ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ അയൽക്കാരനും BJP സ്ഥാനാർത്ഥിയുമായ A നാഗേഷിനെ കണ്ട് കുശലം പറഞ്ഞാണ് മറ്റ് ബൂത്തുകൾ സന്ദർശിക്കാൻ KKR മടങ്ങിയത്. പുതുക്കാട് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി പരമേശ്വരൻ എന്ന A നാഗേഷ് പുലക്കാട്ടുകര ഹോളി ഫാമിലി സ്കൂളിൽ കുടുംബസമേതമെത്തി വോട്ട് രേഖപ്പെടുത്തി. വോട്ടർമാരിൽ കാണുന്ന ആവേശം ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണെന്ന് A നാഗേഷ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ആവേശപൂർവ്വം പുരോഗമിക്കുകയാണ്. ജില്ലയിൽ എല്ലാ ബൂത്തുകളിലും വലിയ നിരയാണ് വോട്ടർമാരുടെ കാണാൻ കഴിയുന്നത്. വലിയ ആവേശമാണ് വോട്ടർമാർക്ക്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് പുലക്കാട്ടുകര ഹോളി ഫാമിലി സ്കൂളിൽ നിന്ന് വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ BJP പുതുക്കാട് നിയോജക മണ്ഡലം BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള നാഗേഷേട്ടനാണ് നമ്മോടൊപ്പമുള്ളത്. നാഗേഷേട്ട, വലിയ ആവേശമാണ് വോട്ടർമാർക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും വലിയ തിരക്കാണ്. ഇത് എന്തെങ്കിലും മാറ്റത്തിൻ്റെ സൂചനയാണോ? യാതൊരു സംശയവുമില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മാറാത്തത് മാറും, ഇതിൽ പുതുക്കാടും മാറും എന്നുള്ള രീതിയിലാണ് എല്ലാ സ്ഥലത്തും മികച്ച പോളിംഗ്. പ്രവർത്തകന്മാർ അകത്തും പുറത്തും ഫീൽഡിലും വളരെ സജീവമായി ആവേശപൂർവ്വമുണ്ട്. എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ മിന്നും വിജയം ഞാൻ കരസ്ഥമാക്കും. ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടു കൂടി പുതുക്കാട് വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവർത്തനം പുതുക്കാട് ഉണ്ടാകുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം, ഇതെല്ലാം പുതുക്കാട് ഒരു മുതൽക്കൂട്ടാകുമെന്നാണോ? തൃശ്ശൂർ ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയ നിയോജകമണ്ഡലം പുതുക്കാടാണ്. അതേപോലെ തന്നെ ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി വിജയിക്കുന്ന മണ്ഡലവും പുതുക്കാടായി മാറും. നിയമസഭയിൽ മിന്നും വിജയം കരസ്ഥമാക്കുന്ന മണ്ഡലം പുതുക്കാടായിരിക്കും. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് BJP സ്ഥാനാർത്ഥി A നാഗേഷ്. ഏറെ നേരം വരി നിന്നാണ് ഇപ്പോൾ ഇവിടെ വോട്ട് ചെയ്യാൻ സാധിച്ചത്. സ്ഥാനാർത്ഥിക്കടക്കം വലിയ നിരയാണ് പോളിംഗ് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നത്. ഇത് വലിയ ഒരു മാറ്റത്തിൻ്റെ സൂചനയാണെന്നാണ് A നാഗേഷ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും NDAയ്ക്കുണ്ടായ മുന്നേറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് നാഗേഷ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് വോട്ട് രേഖപ്പെടുത്തി. ചെങ്ങാലൂർ സെന്റ് മേരീസ് സ്കൂളിലെ 151 നമ്പർ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. സ്ഥാനാർത്ഥിക്കൊപ്പം ഭാര്യയും കുടുംബാംഗങ്ങളും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം NCTVയോട് സംസാരിച്ച അദ്ദേഹം മണ്ഡലത്തിൽ വലിയ വിജയപ്രതീക്ഷയുണ്ടെന്നും വോട്ടർമാരുടെ ആവേശം അനുകൂലമാണെന്നും കേരളത്തിൽ ഭരണമാറ്റമുണ്ടാകുമെന്നും പ്രതികരിച്ചു. രാവിലെ 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കുകയാണ്. ഞാൻ ഭാര്യയും മകനും അടക്കം, അതുപോലെ സഹോദരനും അവരുടെ കുടുംബാംഗങ്ങളും അടക്കം രാവിലെ 7 മണിക്ക് തന്നെ എത്തി. ചെങ്ങാലൂർ സെൻറ്റ് മേരീസ് ഹൈസ്കൂള് 151 ബൂത്തിൽ 435 ക്രമ നമ്പറായിട്ടുള്ള വോട്ടറായിട്ടാണ് ഞാൻ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയത്. ഞാൻ വരുമ്പോൾ തന്നെ വോട്ടർമാർ വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നൊരു കാഴ്ചയാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും UDFൻ്റെ പ്രവർത്തകർ
വളരെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ രാവിലെ മുതൽ വോട്ട് ചെയ്യാൻ താല്പര്യം എടുത്തുകൊണ്ട് വരുന്നത്. ഒരു വലിയ ഭരണമാറ്റം വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ആളുകളാണ്. വോട്ടർമാരുടെ മുഖത്ത് അത് കാണാം. എനിക്ക് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക്, UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കത് വോട്ടർമാരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ഞാനും, സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനും, അതുപോലെ തന്നെ എൻ്റെ പ്രവർത്തകരും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യങ്ങളോ, പലപ്പോഴും പലതരത്തിലുള്ള സംഘർഷങ്ങൾ, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ, ഫ്രിക്ഷനുകളൊക്കെ ഉണ്ടാകാറുണ്ട്. പോസ്റ്റർ പതിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റു കാര്യം. ഇതല്ല, ഇത് വളരെ വോട്ടർമാർ വളരെ പ്രൂഡൻ്റാണ്. വളരെ ബുദ്ധിപരമായും അവർ വിവേകത്തോടു കൂടിയും പെരുമാറുന്ന ആളുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തന്നെ മനസ്സിലാക്കാവുന്നത് കഴിഞ്ഞ 10 കൊല്ലത്തെ ഒരു ഭരണം, ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു എന്നുള്ള ഇതാണ് എല്ലാ വോട്ടർമാരുടെയും മുഖത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുംബത്തോടൊപ്പം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മണ്ഡലത്തിലെ വിവിധ ബൂത്തുകൾ സന്ദർശിക്കാനായി അദ്ദേഹം തിരിച്ചു. മണ്ഡലത്തിൽ പോളിംഗ് സജീവമായി തുടരുകയാണ്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടി ഓട്ടോ ഡ്രൈവർ മരിച്ചു. പാഴായി കാരക്കാട്ട് വീട്ടിൽ മണികണ്ഠനാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 3-നായിരുന്നു സംഭവം. ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ട്രെയിൻ തട്ടിയാണ് മരണം. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറാണ് മണികണ്ഠൻ. ഭാര്യ ഗീത, മക്കൾ ആദിത്യൻ, ആര്യൻ. നന്ദിക്കര ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ വഴിയാത്രക്കാരൻ കാറിടിച്ച് മരിച്ചു. നന്ദിക്കര മടത്തിപ്പറമ്പിൽ സതീശനാണ് മരിച്ചത്. 69 വയസ്സായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 4-നായിരുന്നു അപകടം. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരേതയായ അരുണയാണ് ഭാര്യ. സരുൺ, ശാന്ത, സംഗീത എന്നിവർ മക്കളും ശരണ്യ, ഷനീഷ് എന്നിവർ മരുമക്കളുമാണ്. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,885 രൂപയും പവന് 1,11,080 രൂപയും രേഖപ്പെടുത്തി. നന്ദിക്കര ചെറ്റക്കൽ പരേതനായ ലോനപ്പൻ ഭാര്യ എൽസി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് നന്ദിക്കര സെന്റ് മേരീസ് പള്ളിയിൽ. ഷാജി, ഷീജ, മിനി, പരേതനായ ഷാബു എന്നിവർ മക്കളും പോൾ, ആൻഡോ, പോൾ എന്നിവർ മരുമക്കളുമാണ്. വെണ്ടോർ തട്ടിൽ പിടിയത്തിറപ്പായി ഭാര്യ മേരി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റോസ്ലി, ജോസ്, ജോണി, പരേതനായ തോമസ് എന്നിവർ മക്കളും സിമി, വർഗീസ്, ജിഷ, ഷേളി എന്നിവർ മരുമക്കളുമാണ്.